നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയടക്കം പൂർത്തിയാകുമ്പോൾ മത്സര ചിത്രം നാളെയാണ് തെളിയാൻ പോകുന്നത്. പ്രത്യേകിച്ച് പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കൂടി അവസാനിക്കുന്നതോടുകൂടിയാണ് ആരൊക്കെയാണ് പത്രിക പിൻവലിക്കുക. പ്രത്യേകിച്ച് അപരന്മാരുടെ ഒരു നീണ്ട നിരയുണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ. ആ അപരന്മാരിൽ ആരൊക്കെ തെരഞ്ഞെടുപ്പ് പത്രിക പിൻവലിക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് അന്തിമമായ ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കടക്കുകയുള്ളൂ. അതിനുശേഷം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പശ്ചാത്തലം സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഏതാണ്ട് 337 പത്രികകൾ ആണ് ഇതോടൊപ്പം തന്നെ തള്ളിയിട്ടുള്ളത്. പ്രമുഖ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ അപരഭീഷണിയിലാണ്. അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കിട്ട ചർച്ചകൾ ആണ് ഇപ്പോൾ മുന്നണികളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഇനി ഒരു ദിവസം കൂടിയുണ്ട് തെരഞ്ഞെടുപ്പ് ചിത്രം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ കുറേയേറെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു വി ഡി സതീശന്റെ പത്രിക സംബന്ധിച്ച്, രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സംബന്ധിച്ച്. പക്ഷേ ആ പത്രികകളെല്ലാം സ്വീകരിച്ച സാഹചര്യം ആണ് ഉള്ളത്. പ്രധാന നേതാക്കളുടെ ആരുടെയും പത്രിക ഇതുവരെ തള്ളപ്പെട്ടിട്ടില്ല എന്നത് എടുത്തു പറയണം. അതേസമയം ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ സ്വത്തുവിവരവുമായി ബന്ധപ്പെട്ടൊക്കെ കോടതി നടപടികളിലേക്ക് പോകുമോ എന്നതും കണ്ടറിയണം. പക്ഷേ ഈ അപരന്മാരെ പിൻവലിക്കുവാനുള്ള തീവ്ര ശ്രമം ആണല്ലോ ഇപ്പോൾ നടക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അപരശല്യം എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് അപരന്മാർ കാരണമാകാറുമുണ്ട്. പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെയാണ് അപരന്മാർ പിടിക്കുന്ന ഓരോ വോട്ടും നിർണായകമായി മാറുന്നത്. പക്ഷേ അതിന് വിപരീതമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ അപരന്മാർ സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യത ബാധിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ VM സുധീർ അത്തരത്തിൽ അപരനെ കൊണ്ട് പരാജയം അറിഞ്ഞ ആളാണ്. മുഹമ്മദ് റിയാസ് കോഴിക്കോട് ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ അപരൻ പിടിച്ച വോട്ട് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമായി മാറിയിട്ടുണ്ട്. CP ജോൺ 2011 ബാബു പാലിശ്ശേരിക്കെതിരെ കുന്നംകുളത്ത് മത്സരിക്കുമ്പോൾ ബാബു പാലിശ്ശേരിയുടെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ട് CP ജോണിന്റെ അപരൻ പിടിച്ച് അങ്ങനെ പാർലമെന്ററി രാഷ്ട്രത്തിലേക്ക് കടക്കാൻ ഇതുവരെയും CP ജോണിന് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേരള തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെയധികം അപരശല്യം പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക്, മുന്നണി സ്ഥാനാർത്ഥികൾക്ക് നിയമസഭയിലേക്കുള്ള വിലങ്ങ് തടിയായിട്ടുണ്ട്. ഇത്തവണയും രാഷ്ട്രീയ പാർട്ടികൾ ബോധപൂർവം അപരന്മാരെ ഇറക്കിയിട്ടുണ്ട്. അത് മൂന്ന് മുന്നണികളും അത്തരത്തിൽ മത്സരിച്ച് തന്നെ അപരന്മാരെ ഇറക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ല മാത്രം എടുത്താൽ തന്നെ നമുക്ക് അത്തരം കാര്യങ്ങൾ കാണാം. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനും അതുപോലെ തന്നെ PV അൻവറിനും അപരന്മാരുണ്ട്. തിരുവനന്തപുരത്ത് CP ജോണാണ് UDF സ്ഥാനാർത്ഥി. അവിടെ ജോണിന്റെ ഒരു അപര സ്ഥാനാർത്ഥിയായി ജോൺ S എന്ന പേരിൽ ഒരാളുണ്ട്. സുധീർ കരമനയാണ് ഇടതുമുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. സുധീർ കരമനയ്ക്ക് ഭീഷണിയായി സുധീർ രാജ് KP എന്ന സ്വതന്ത്രനുണ്ട്. നേമത്തും ഈ സ്വതന്ത്ര ശല്യം കാര്യമായി ബാധിക്കാത്തൊരു ജില്ലാ മണ്ഡലമാണ് നേമം. എന്നാൽ വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിന് പകരം K പ്രശാന്ത് ഉണ്ട്. മുരളിക്ക് പകരം മുരളീധരൻ, K മുരളീധരന് പകരം മുരളീധരൻ നായരുണ്ട്. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രന് പകരം ഒരു സുരേന്ദ്രൻ നായർ വിമത അപര ഭീഷണി ഉയർത്തുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം ഇത്തരത്തിൽ നെടുമങ്ങാട് മീനാങ്കൽ കുമാറിന് അപര ഭീഷണിയായ ഒരു കുമാറുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്കൊക്കെ അപര ഭീഷണിയുണ്ട്. അവരെ പിൻവലിപ്പിക്കാനുള്ള തീവ്ര ശ്രമമാണ്. ഇന്നലെ മഞ്ചേശ്വരത്തെ BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ ആരോപിച്ചത് അവിടെ കോൺഗ്രസിന്റെ തലസ്ഥാനത്തുള്ള പ്രധാനപ്പെട്ട നേതാവിനെ, സുരേന്ദ്രന്റെ പേരുള്ള നേതാവിനെ അവിടെ അപരനായി അവതരിപ്പിച്ചിരിക്കും. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെ പോലും അപരന്മാരിറക്കുന്ന ശീലമുണ്ട്. അവരെ പിൻവലിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ, മുന്നണി നേതൃത്വങ്ങൾ. സമവായത്തിലൂടെ ഒരുപക്ഷെ സ്വല്പം കൂടി സമ്മർദ്ദത്തിലൂടെ, ഭീഷണിയിലൂടെ ഒക്കെ അപരന്മാരെ പിൻവലിപ്പിക്കാനുള്ള ശ്രമം ഇനിയുള്ള മണിക്കൂറുകളിൽ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളും ഈ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ഏജന്റുമാരും നടത്തുമെന്ന് ഉറപ്പാണ്. നാളെ വൈകിട്ട് 3 വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനാകുന്നത്. ആ സമയം വരെ ഇതിനുള്ള തീവ്ര ശ്രമത്തിലായിരിക്കും രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഏജന്റുമാരുമൊക്കെ. അപരന്മാർ ഒരു തരത്തിലും ഭീഷണി ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. കാരണം ഇത്തവണ ശക്തമായ ത്രികൂട പോരാട്ടം നിരവധി മണ്ഡലങ്ങളിൽ നടക്കുന്നുണ്ട്. അത്തരം മണ്ഡലങ്ങളിൽ ഈ അപരൻ പിടിക്കുന്ന വോട്ടുകൾ ഒരുപക്ഷെ നിർണായകമായി മാറാം. സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് പോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ അപരന്മാരുടെ വോട്ട് സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഏത് വിധിയെ ഇവരെ പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പക്ഷേ പലയിടങ്ങളിലും ആ ശ്രമങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം, അതിന് പ്രധാനമായും അങ്ങനെ പറയാൻ കാരണം
വളരെ കൃത്യമായി ഇത്തരം അപരന്മാരെ കണ്ടെത്തി നിർത്തുന്നത് മുന്നണികൾ തന്നെയാണ്. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ UDF-ഉം BJP-യും, അതുപോലെ BJP-യെ തോൽപ്പിക്കാൻ LDF-ഉം UDF-ഉം, UDF-നെ തോൽപ്പിക്കാൻ BJP-യും LDF-ഉം. അങ്ങനെ ഇക്കാര്യത്തിൽ മുന്നണികൾ പലപ്പോഴും വളരെ ഒരു റിസർച്ച് ചെയ്യുന്ന തരത്തിലാണ് ആളുകളെ കണ്ടെത്തുന്നത്. ഒരു തരത്തിലും ഇവരെ പിൻവലിപ്പിക്കുക എളുപ്പമല്ല. പക്ഷേ അവസാന മണിക്കൂറുകളിലും അതിനുള്ള തീവ്ര ശ്രമം മുന്നണികളുടെ ഭാഗത്തുനിന്നുണ്ടാകും. സൂചിപ്പിക്കുന്ന പോലെ മുന്നണികളുടെ ഭാഗത്ത് നിന്ന് തീവ്രമായ ശ്രമം ആണ് നടക്കുന്നത്. പ്രത്യേകിച്ച് അപരന്മാർ എതിരാളികളുടെ തോൽവിക്ക് കാരണമായി വന്ന പശ്ചാത്തലം, അതായത് പലപ്പോഴും വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന ഭൂരിപക്ഷം വോട്ടുകളുണ്ടല്ലോ, ആ വോട്ടിനേക്കാൾ കൂടുതൽ അപരന്മാർ പിടിച്ചിട്ടുള്ള പല ചരിത്രവും കേരളത്തിലുണ്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് VM സുധീരനെ പോലെയുള്ള നേതാവ് പരാജയപ്പെട്ട സാഹചര്യത്തിൽ സുധീരന്റെ അപരൻ വലിയ തോതിൽ വോട്ട് നേടിയതാണ്. ഈ മഞ്ചേശ്വരം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സൂചിപ്പിച്ചതാണ്. കെ സുരേന്ദ്രൻ പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളിക്ക് ലഭിച്ച വോട്ടിനേക്കാൾ കൂടുതൽ സുരേന്ദ്രന്റെ അപരൻ അപഹരിച്ചു എന്നതുകൊണ്ടായിരുന്നു സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് പലയിടത്തും അപരന്മാർ പിടിക്കുന്ന വോട്ട് സ്ഥാനാർത്ഥികളുടെ വിജയപരാജയങ്ങളിൽ നിർണായകമാകുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അപരന്മാരെ പിൻവലിക്കുവാനുള്ള സമ്മർദ്ദങ്ങൾ ആണ് ഇപ്പോൾ മുന്നണികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതിനുശേഷം ആയിരിക്കും ഓരോ മണ്ഡലത്തിലും എത്ര സ്ഥാനാർത്ഥികൾ, അതായത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ എന്നതിന് പുറമെ അപരന്മാർ, ഒപ്പം മറ്റു ചിലരൊക്കെ മത്സരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പാണ്, ജനാധിപത്യമാണ്, അവിടെ ആർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്നിരിക്കെ അത്തരം സ്ഥാനാർത്ഥികളൊക്കെയുണ്ട്. അങ്ങനെയൊരു ചിത്രം തെളിയുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.